ഹണി റോസിന്റെ വസ്ത്രധാരണം പൊതു ഓഡിറ്റിംഗിന് വിധേയമാകണം. എങ്ങനെ? ബോബി ചെമ്മണ്ണൂരിന്റെ ഡബിൾ മീനിംഗ് പരാമർശം പൊതു ഓഡിറ്റിംഗിന് വിധേയമായതുപോലെ ഇത് പറയുന്നത് രാഹുൽ ഈശ്വറാണ്. കമന്റ് ബോക്സിലെ 99.9% ആളുകളും തനിക്ക് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുബോധം ഹണി റോസിനെതിരാണ് എന്നും അഭിമാനം കൊള്ളുന്നുണ്ട് രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത് പൊതുബോധം അത് എത്ര ചീഞ്ഞതാണെങ്കിലും അതാണ് ശരി എന്നാണ്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് ഡബിൾ മീനിംഗ് വിവാദമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ കമന്റ് ബോക്സിൽ ഇപ്പൊ അത് രാഹുൽ ഈശ്വർ ഹണി റോസ് പ്രശ്നമായിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറയുമോ എന്നായിരുന്നു മെയിൻ കമന്റുകൾ. സത്യത്തിൽ രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയുടെ ഒരു രീതിയാണിത്. പ്രമുഖരായ വ്യക്തികൾ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടി മീഡിയ അറ്റൻഷൻ വരുമ്പോൾ രാഹുൽ രംഗത്തിറങ്ങും. ആ വിഴുപ്പുകെട്ടിനെ അലക്കി വൃത്തിയാക്കാൻ നോക്കൽ പിന്നെ ഇയാളുടെ പരിപാടിയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ നൈസായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് അത് പിന്നെ ഇത് ഇങ്ങനെയാണെങ്കിലും ഇത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ബ്ലാബ്ലാ അടിച്ച് നേരത്തെ പറഞ്ഞ ചീഞ്ഞ പൊതുബോധത്തെ കൂട്ടുപിടിച്ച് മൂപ്പരങ്ങ് കൊഴിപ്പിക്കും. ഉദാഹരണത്തിന് ഈ വിഷയം തന്നെ എടുക്കാം. പബ്ലിക്കായി ഒരു സ്ത്രീയോട് ലൈംഗിക ചുവ കലർന്ന ഡബിൾ മീനിംഗ് ജോക്ക് പറഞ്ഞു. അവരെ അനുവാദമില്ലാതെ പിടിച്ചു കറക്കി. പിന്നീട് നിരന്തരം അപമാനിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഇവിടെ നടന്ന സംഭവം. അപ്പൊ രാഹുൽ ഈശ്വർ പറയുകയാണ് ഇതൊക്കെ തെറ്റ് തന്നെയാണ്, ബോബി ചെമ്മണ്ണൂർ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്നാലും ഹണി റോസിന്റെ വസ്ത്രം കുറച്ച് ഓവറല്ലേ, അപ്പൊ ഹണി റോസിന്റെ ഭാഗത്തും തെറ്റില്ലേ? ഏതാണ്ട് ഒരു സദാചാര അമ്മാവൻ ലൈൻ. പെണ്ണിന്റെ വസ്ത്രം ചർച്ചയിൽ കടന്നു വന്നിരിക്കുകയാണ്. പോരെ ചീഞ്ഞ പൊതുബോധം ഉണരാം. ഈ വസ്ത്രത്തിൽ പിടിച്ചു കളിച്ചാൽ ഈ ചീഞ്ഞ പൊതുബോധം തന്നെ പുണ്യാളനാക്കുമെന്നും ഹണി റോസിനെ ക്രൂശിക്കുമെന്നും രാഹുൽ ഈശ്വറിന് അറിയാം. ഈ അടുത്ത് ഞാനൊരു റീൽ കണ്ടു. ജോലിയും കൂലിയും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ചിലവന്മാർ പെണ്ണിന്റെ വസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതാണ് വിഷയം. ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ അപ്പൊ തുടങ്ങാൻ പറ്റിയ ഒരു ഉഗ്രൻ വിഷയമാണിത്. പെണ്ണിന്റെ വസ്ത്രധാരണം. ചീഞ്ഞ പൊതുബോധം ഒന്ന് കൈയടിച്ചോളും, പറയുന്നവൻ മഹാനുമാകും. പിന്നെ ഫാൻസായി മാലയിടലായി. എനിക്ക് ആ റീല് കണ്ടപ്പോൾ രാഹുൽ ഈശ്വറിന് ഓർമ്മ വന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണം പൊതു ഓഡിറ്റിംഗിന് വിധേയമാകണം എന്നതാണല്ലോ മൂപ്പരുടെ ആവശ്യം. മൂപ്പർ ഇത്രയും പറഞ്ഞിട്ടും അത് അംഗീകരിക്കാത്തത് തെറ്റല്ലേ? ആയിക്കളയാം, നമുക്ക് ഓഡിറ്റ് ചെയ്ത് കളയാം. എന്നാൽ അത് ഏത് രീതിയിൽ വേണം എന്നതിനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ അവരുടെ പൊതു വസ്ത്രധാരണ രീതിയിൽ നിന്ന് ചെറുതായി ഒന്ന് മാറി തട്ടം ശരിക്കിടാതെയോ ഇത്തിരി ടൈറ്റായ ജീൻസ് ഇട്ട് നടന്നു പോവുകയോ ചെയ്താൽ പുരുഷന്മാർ കൂട്ടം കൂടി വന്ന് അവർക്ക് ചുറ്റും ഒരു വലയം ഉണ്ടാക്കി അവരെ കൂട്ടത്തോടെ ലൈംഗികമായി ഹരാസ് ചെയ്യുക, ബലാത്സംഗം ചെയ്യുക, വസ്ത്രം അഴിച്ചു കളയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ സ്ത്രീയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത്ര ഇതൊക്കെയാണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ കമന്റ് ബോക്സിലെ 99.9% ആളുകൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അവർ വലയമുണ്ടാക്കാൻ മുന്നോട്ട് വരുമോ? മുന്നോട്ട് വരുമെങ്കിൽ നമ്മുടെ പൊതുബോധം അനുസരിച്ച് ഏത് തരം വസ്ത്രത്തിനൊക്കെയാണ് ഇത്തരം ശിക്ഷ കൊടുക്കേണ്ടത്? ഇനി നേരിട്ട് ശിക്ഷ കൊടുക്കേണ്ട സൈബർ ബുള്ളിയിങ് മാത്രം മതി എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഏത് തരം വസ്ത്രങ്ങൾക്കാണ് പ്രശ്നമുള്ളത്? ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ ഉദാഹരണം എടുത്താൽ അയാൾ ഡബിൾ മീനിംഗ് പറഞ്ഞവരിൽ സാരി ഇട്ടവരുണ്ട്, നൈറ്റി ഇട്ടവരുണ്ട്, ചുരിദാർ ഇട്ട കുട്ടിയുണ്ട്, തട്ടമിട്ടവരുണ്ട്, ഗൗൺ ഇട്ടവരുണ്ട്. ഇതിൽ ഏത് വസ്ത്രത്തെയാണ് ഓഡിറ്റിംഗിന് വിധേയമാക്കേണ്ടത്? ഹണി റോസിന്റെ ഗൗൺ മാത്രം മതിയോ? ഇനി വേറൊരു ചോദ്യം, ആരാണ് ഈ വസ്ത്രങ്ങളെയൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത്? പുതുതലമുറയിലെ കുട്ടികളെല്ലാം ഇന്ന് മോഡേൺ വസ്ത്രം ധരിക്കുന്നവരാണ്. ചുറ്റുമൊന്ന് നോക്കിയാൽ അത് കാണാം. ഇവരുടെയൊക്കെ അമ്മയും അച്ഛനും അമ്മായിയും അമ്മാവനും ഒക്കെയാണോ കൂടിയിരുന്ന് ഹണി റോസിന്റെ വസ്ത്രത്തെ ഓഡിറ്റ് ചെയ്യേണ്ടത്? എന്താണ് ഇതിന്റെയൊക്കെ ഒരു മാനദണ്ഡം? മെലിഞ്ഞിട്ടാണെങ്കിൽ ഈ വസ്ത്രം ഉപയോഗിക്കാം, കേർവി ആണെങ്കിൽ ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെയാണോ? ചുമ്മാ ഓഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്ന് കൂടി രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷനൊക്കെ അങ്ങ് തീർന്നു കിട്ടിയേനെ. ഇതിനിടയ്ക്ക് ചിലർ പറയുന്നത് കേട്ടിരുന്നു, ഹണി റോസ് ഒക്കെ അനു സിത്താര എന്ന നടിയെ കണ്ടുപിടിക്കണം, എന്ത് നല്ല വസ്ത്രധാരണമാണ്, അതുകൊണ്ട് ആ കുട്ടിയെ ആരും ഒന്നും പറയുന്നില്ല, മാന്യമായി വസ്ത്രം ധരിച്ചാൽ ആരും ലൈംഗിക ചുവയോടെ സംസാരിക്കില്ല എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ചിരിയാണ് വന്നത്. അനു സിത്താര ചുരിദാറും ഷാളും ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അതിന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് കാണണം. മറ്റേ 99.9% ചീഞ്ഞ പൊതുബോധക്കാർക്ക് നല്ല ഓർമ്മയുണ്ടാകും, പക്ഷെ മിണ്ടില്ല. അവരാണല്ലോ അവിടെയും പോയി കമന്റ് ഇടുന്നത്. അതിനിടയ്ക്ക് വേറൊന്ന് കേട്ടിരുന്നു, പാവം മലയാളികൾ നല്ല ലൈംഗിക ദാരിദ്ര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾ വേണം സൂക്ഷിക്കാൻ എന്ന ലൈന്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ വസ്ത്രധാരണത്തെ ഓഡിറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ആ വിദ്യ ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് പകർന്നു തരണം. വളരെ വ്യക്തമായി നാട്ടുകാരെ അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഈ പരിപാടി അങ്ങ് തുടങ്ങാമായിരുന്നു. അപ്പൊ എന്താണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രാഹുൽ ഈശ്വറിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.